ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസാണ് പറഞ്ഞേക്കണേ. ജനറൽ സർവീസ് ഹോൺ അഴിച്ച് മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഹോൺ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, റീപ്ലേസ്മെൻറ്റാണ് പറഞ്ഞേക്കണേ. നിലവിൽ ഇതുമ്പോൾ 2 ഹോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ച് മാറ്റണോ പുതിയത് വെക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, സാധാ ഹോണ്. അപ്പോൾ അതൊന്ന് ക്ലാരിറ്റി തന്നെ കേട്ടോ നമുക്ക്. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് സൈഡ് മിറർ പൊട്ടിയിരിക്കുന്നുണ്ട്, അത് ചേഞ്ച് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. മിസ്സിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഉപയോഗിക്കുന്ന സമയത്തേ നല്ല രീതിയിൽ എയർ പിടിക്കുന്ന പോലത്തെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റും ഉണ്ട്. അത് 2 കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നമാണ്. പിന്നെ ഓയിൽ ചെക്ക് ചെയ്ത് നമ്മൾ ഓയിൽ മാറ്റുന്നുണ്ട്. വാട്ടർ സർവീസ് ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണിച്ച കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് നല്ല ഇറിറ്റേഷൻ രീതിയിൽ, കാരണം ഞാൻ കറക്റ്റായിട്ട് പെട്രോൾ കിട്ടാത്ത പോലത്തെ ഒരു കംപ്ലയിൻ്റാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കാർബറേറ്റർ ഒന്ന് അയച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വണ്ടി സ്ലോ സ്പീഡിലൊക്കെ നിങ്ങൾ ഓടുന്ന സമയത്ത് അറിയില്ല, നമ്മൾ നിർത്തുന്ന സമയത്തൊക്കെ നമ്മൾ എഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു ചിലമ്പൽ സൗണ്ട് പോലെ കേൾക്കണ്ടായിരുന്നു. പിന്നെ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റുകൾ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നമുക്ക് കിടക്കണത്. പക്ഷേ വലിയ പഴക്കമായിട്ടില്ല. ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഹബ്ബിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഒന്നുപോലെ നമുക്കിത് ലൈനർ ക്യാം അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഐറ്റം മാറ്റി കമ്പനി ഐറ്റം നമുക്ക് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. കാരണം ഇത് വലിയ പഴക്കമായിട്ടില്ല. മില്ലിങ് തിരിക്കാനുള്ളതുണ്ട്, ഒരു മില്ലിങ് വേണമെങ്കിൽ തിരിച്ചിട്ട് ഉപയോഗിക്കാവുന്നുള്ളൂ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഹബ്ബിനകത്ത് ഇവിടെ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിടാം. തീരെ പറ്റാത്തൊരു കണ്ടീഷൻ ആകുമ്പോൾ ലെയ്ത്തിൽ കയറ്റി അതൊന്ന് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ബാക്ക് ടയറൊക്കെ പുതിയ ടയർ കിടക്കുന്നത്, വീൽ റബ്ബർ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്ത് കയറ്റാനുണ്ട് കേട്ടോ. ടൈറ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നിലവിൽ. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററൊക്കെ കിടക്കണേ. അതും ഒറിജിനലൊന്നല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും യൂനോമിൻ്റെയുടെ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് എയർ അടിച്ചൊക്കെ ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ നമുക്ക് ശരിക്കും കമ്പനി ഒറിജിനൽ പാർട്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി പുത്തൻ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. ബാറ്ററി ഹോണിൻ്റെ കേസ് പറഞ്ഞതിൽ ഹോൺ ഒന്ന് ഈ മോഡൽ ഹോണാണ് ഇരിക്കണേ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കമ്പനി മോഡലിൽ വെക്കുന്ന കേസാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അഴിച്ച് വെക്കണമെന്നുള്ള കേസ് പറഞ്ഞിട്ടില്ല. അഴിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം. കമ്പനി ഹോൺ നമുക്ക് സെറ്റ് ചെയ്ത് വിട്ടേക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ച്, ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്തെങ്കിലും സെക്കൻഡ് എടുത്താന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത് മണ്ടത്തരാണ്. കാരണം എന്ന് വെച്ചാൽ അത് എത്ര ഓടിയെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അത് മാറ്റുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. കൂട്ടത്തിൽ നമ്മളത് അഴിച്ച് മാറ്റുന്നുണ്ട്. മിസ്സിങ്ങിൻ്റെ പ്രശ്നം രാവിലത്തെ കംപ്ലയിൻ്റൊക്കെ മൊത്തം കാണിക്കുന്നത് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാർബറേറ്ററിൻ്റെ തേമാനം കൊണ്ട് വന്നേക്കുന്ന പ്രോബ്ലമാണ് അതിനകത്ത് ഭൂരിഭാഗം കേസും. കാരണം ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈ ഭാഗത്ത് വാക്യൂം പിസ്റ്റൺ വർക്ക് ചെയ്ത ഭാഗം ഇവിടെ ശരിക്കും നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ട് തേമാനം വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ നിലവിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റാമെന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. കാരണം ഞാൻ നല്ല എമൗണ്ട് ഉണ്ട്, ഏകദേശം ഒരു 5000-5500 നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളത് ചെയ്യണ്ട. തൽക്കാലം നമുക്കൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. എത്രത്തോളം അത് ക്ലിയർ ആവുന്നുള്ള നോക്കിയതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം മാറ്റിയിട്ടാൽ മതി. വാക്യൂം പിസ്റ്റൺ ഇത് വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഇവിടെ തേമാനം കാണുന്നുണ്ട്. കളർ ഷെയ്ഡ് വ്യത്യാസം കാണുമ്പോൾ അറിയാം നമുക്കതിപ്പം തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാം. ഈ ഫ്ലോട്ട് വാൽവ് വർക്കിംഗ് കറക്റ്റ് അല്ല, അത് സ്റ്റക്കായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ലോ ജെറ്റ്, വരുന്ന സ്ലോ ജെറ്റും ബ്ലോക്കാണ്. അതുകൊണ്ടാണ് വണ്ടി നിർത്തുന്ന സമയത്ത് ഓഫായി പോകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ. ഇപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ കൈമ തന്നെ ഒരു പൗഡർ കണക്ക്, ഒരു വൈറ്റ് കളറിൽ പൗഡർ കണക്ക് വന്നുണ്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിനകത്ത് ആഡ് ചെയ്ത് വരുന്ന എത്തനോൾ കണ്ടൻറ്റിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഏകദേശം 20% എത്തനോളാണ് ഇപ്പോൾ പെട്രോളിൽ മിക്സിങ് ഉണ്ട്. അത് അലുമിനിയം ബോഡിയായിട്ട് വരുമ്പോൾ റിയാക്ഷൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ചെറിയ ചെറിയ കംപ്ലയിൻസുകളാണ് ഇതൊക്കെ. ഓൾറെഡി കാർബറേറ്റർ നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് മാറ്റാം, സ്ലോ ജെറ്റ് മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട്. വാക്യൂം പിസ്റ്റൺ തൽക്കാലം നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ഞാനത് നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് റിപ്പയർ ചെയ്ത് എടുത്തു നോക്കാം. എത്രത്തോളം മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം മാക്സിമം സോൾവ് ആവുന്നുണ്ടോ എന്നുള്ള ദിവസം നോക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരാം. കംപ്ലയിൻറ്റ് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്കത് മാറ്റി സെറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കും കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കാർബറേറ്റർ നമുക്ക് റിപ്പയർ ചെയ്യുന്നത് മണ്ടത്തരായിരിക്കും. ഓക്കെ. പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. പ്ലഗൊക്കെ ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ പ്ലഗാണ്, ഒറിജിനലൊന്നും അല്ല. പക്ഷെ എന്നാൽ പോലും പുതിയ പ്ലഗാണ്. തൽക്കാലം അത് തന്നെ മതി നമുക്ക്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ 1-2 പ്രോബ്ലംസ് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. നമുക്കതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് പാഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മളത് അഴിച്ച് ഓയിൽ സീലൊക്കെ മാറ്റാൻ വേണ്ടി അഴിച്ചാണ്.
അപ്പോൾ അത്യാവശ്യം ഒരു ഇത് നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായ ഫോർക്ക് പൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇതിവിടെ നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലേറ്റിങ് ഓൾറെഡി പോയേക്കാം. ഇത്രയും സ്ക്രാച്ചസ് അതിന് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇത്ര സ്ക്രാച്ച് ഉള്ളപ്പോൾ അവിടെ നമ്മൾ ഓൽസീൽ എങ്ങനെ ഇട്ടാലും അത് കവറാവില്ല. അതേപോലെ തന്നെ ഈ ഒരു പൈപ്പ് മിക്ക അതിൻ്റെ ഡോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഫോർക്ക് റിപ്പയർ ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഈ ഫോർക്ക് പൈപ്പിന് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് ഫോർക്ക് പൈപ്പും അതേപോലെ തന്നെ ഓയിൽ സീൽ ഡസ്റ്റ് സീലെല്ലാം മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലൈഫ് ടൈം നമുക്കത് നിന്നോളും. മാക്സിമം നമുക്കത് ഉപയോഗിക്കാനും കിട്ടും. ഇനി അതല്ല നമ്മൾ ഓവർനായിട്ട് റിപ്പയർ ചെയ്യണമെന്ന് കരുതാം, അതായത് ഓയിൽ സീൽ മാറ്റി ഈ ഒരു പൈപ്പ് മാത്രമായിട്ട് റിപ്പയർ ചെയ്യണമെന്ന് കരുതാം. കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും ഈ സൈഡ് ലീക്ക് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും കൂടിയിട്ട് ക്ലിയർ ചെയ്ത് പോകണമെന്ന് നല്ലത്. കാരണം ഇതുമേയും പ്ലേറ്റിങ്ങിന് കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡിലുമായി ബന്ധപ്പെട്ടാണ്. ഹാൻഡിലിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് നമുക്കത് ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല, ചെറിയൊരു ടൈറ്റാണ് കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അതും വീലിൻ്റെ ബെയറിങ്ങും ഉണ്ട്, ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിനും കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നമ്മൾ അഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആ കംപ്ലയിൻറ്റ്സുകൾ തീർത്ത് പോകണമായിരിക്കും നല്ലത്. അതായത് ഹാൻഡിൽ ബെയറിങ് മാറ്റിയിടാം, ഫോർക്ക് റിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ പൈപ്പൊക്കെ മാറ്റി ഓയിൽസിൽ മാറ്റി റീസെറ്റ് ചെയ്യുക, വീൽ ബെയറിങ് മാറ്റിയിടാം. അപ്പോൾ ഫ്രണ്ടിലത്തെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ടൈറ്റ് ഉണ്ട്, വേണമെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്കിത്തെ ഭാഗമൊക്കെ നമ്മൾ റെഡിയാക്കി വരുമ്പോൾ വീണ്ടും നമുക്ക് ഫ്രണ്ടിൽ ഒരു മെയിൻ്റനൻസ് ആയിട്ട് വീണ്ടും വരാനായിട്ട് തുടങ്ങും. അപ്പോൾ കൂട്ടത്തേക്കൂടെ കൈയോടെ ചെയ്ത് പോകുകയാണെങ്കിൽ ആ പോർഷൻ ആ വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി പോയിക്കോളും. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കാർബറേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അത് ഓക്കെ നിലവിൽ സെറ്റ് ആയി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കൺഫ്യൂഷൻ വേണ്ട, അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ വണ്ടി ഓവറോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പറയുമ്പോൾ പറയത്തെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടേക്കാം. ഇപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യുമോ, അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട് അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്താലും കുഴപ്പമില്ല. വീഡിയോ കണ്ടപ്പോൾ ഒന്ന് റിപ്ലൈ ഇടണേ, അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിനകത്ത് നമുക്ക് ഈ ബ്രേക്ക് ലൈനർ ഞാൻ പുതിയത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി അത് വേണ്ട തൽക്കാലം തന്നെ യൂസ് ചെയ്യാമെന്നാണെങ്കിൽ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം അത് കട്ട് ചെയ്യാം. കാരണം അത് 100% പോയിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് കുറച്ചും കൂടി ഓടിയതിന് ശേഷം മാറ്റിയാലും മതി. പക്ഷേ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് പുതിയത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അത് തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്, അത് തന്നെ മതി, നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ, ഫോർക്കിൻ്റെ ഓയിൽസീൽ, ഫോർക്ക് പൈപ്പ്, കോൺസെറ്റ്, വീൽ ബെയറിംഗ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിലേക്ക് ഇടുന്നത്. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് നമുക്ക് വണ്ടി റെഡി ആവുള്ളൂ. വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ.